റോമൻസ് 8-35 വചനം പറയുന്നുണ്ട്. പിന്നെയും പറയാണ്, എന്താണ് എന്നെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് മാറ്റാൻ പറ്റുന്നത്? ഒന്നും മാറ്റാൻ പറ്റില്ല. ഹു ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ഒന്ന് വായിച്ചു ബ്രദർ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? ക്ലേശങ്ങൾക്കോ കഷ്ടതകൾക്കോ പീഡനത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ അത് ചെയ്യുവാൻ കഴിയുമോ? ഇല്ല. കാരണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുമായിരിക്കും. ബ്രദർ ഒന്നും കൂടെ വായിക്കാമോ? പയ്യെ 35 പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമായിരിക്കും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുവാൻ ആർക്ക് കഴിയും? ക്ലേശങ്ങൾക്കോ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും ക്ലേശത്തിലൂടെ ആയിരിക്കും ഇപ്പോൾ പോകുന്നത്. ബാക്കി കഷ്ടതകൾക്കോ കഷ്ടങ്ങളുണ്ടാകും. എന്തെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാകും. അതെല്ലാം നിരാശയിലേക്ക് പോയി കഷ്ടതയുള്ള ആ ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. പിന്നെ പീഡനം ഏതെല്ലാം മേഖലയിൽ നിന്ന്? നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, നമ്മുടെ കൂട്ടുകാർ, വീട്ടുകാർ, ബിസിനസ് അസോസിയേറ്റ്സ്, എവിടെ ഏതെല്ലാം മേഖലയിൽ നിന്ന് നമുക്ക് പീഡനം വരുമായിരിക്കും. എങ്കിലും പട്ടിണി. നമ്മൾ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് പല മേഖലയിലും നമുക്ക് ചില അവസ്ഥയിൽ നമുക്ക് സാമ്പത്തികമായിട്ട് ചില തകർച്ചകൾ ഉണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നഗ്നതയിലേക്കോ പിന്നെ ആപത്തോ വാളിനോ പീഡനങ്ങൾ, there will be persecution. ഒന്നിനും പറ്റുകയില്ല. കാരണം എന്താണ്? ആ അവസ്ഥയിലൂടെ ഒക്കെ പോയാലും എനിക്ക് ദൈവത്തിന്റെ വചനത്തിൽ ഒരു പ്രത്യാശയുണ്ട്. അതുകൊണ്ട് 37 വചനം പറയുന്നുണ്ട്, yet in all these things, ഈ അവസ്ഥകളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിക്കുമായിരിക്കും. ഈ അവസ്ഥയൊക്കെ എനിക്ക് എൻ്റെ എതിരായിട്ട് വന്നാലും in all these things we are more than conquerors. Hallelujah, through him who loved us. യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനാൽ ഇതെല്ലാം എനിക്ക് വിജയമുണ്ട്. ബ്രദർ വായിക്കാം 37. നമ്മെ സ്നേഹിച്ചവൻ മുഖേന ഇതിലെല്ലാറ്റിലും പരിപൂർണ വിജയം നേടും. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തിന്റെ വചനങ്ങൾ അത് അസാധുവായി പോവുകയില്ല. വിശ്വസിക്കാൻ കൊള്ളുന്നവരാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഏത് അവസ്ഥയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, ഇതിലെല്ലാത്തിലും വിജയം ദൈവം നിങ്ങൾക്ക് തരുന്നതാണ്. കാരണം എന്താണ്? അവന്റെ ഒരു വിശേഷം നമുക്കറിയാം. ദൈവത്തിന്റെ വിശേഷം, ദ ക്യാരക്ടർ ഓഫ് ഗോഡ് ഇസ് ദാറ്റ് എന്താണ്? ഒന്ന്, ഹി ഈസ് ജെഹോവ നിസ്സി. ദ ലോർഡ് ഈസ് മൈ ബാനർ. അവൻ എൻ്റെ ജയക്കൊടിയാണ്. ജെഹോവ നിസ്സി. ആ ദൈവത്തെ എനിക്ക് അറിയാമെങ്കിൽ, ആ ദൈവമായിട്ട് എനിക്ക് വ്യക്തിപരമായ സ്നേഹബന്ധമുണ്ടെങ്കിൽ എനിക്ക് തോൽവി വരികയില്ല, എനിക്ക് പരാജയം വരികയില്ല. കാരണം ദൈവത്തിന്റെ വചനം റോമൻസ് 8-31 വചനം പറയുന്നുണ്ട്, ദൈവം എന്റെ പക്കലെങ്കിൽ ആര്? who will be against me? ഒന്ന് വായിക്കുക ബ്രദറെ. 31 നമ്മൾ നേരത്തെ വായിച്ചാണ്. if God be for us, who can be against us? ഒന്ന് വായിച്ചേ. ഇത് സംബന്ധിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? No one can stand against a mighty God. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ഐ ആം ഗോഡ് ഓൾമൈറ്റി. ആ ഓൾമൈറ്റിയുടെ മുകളിൽ വേറെ ഇല്ല പ്രിയപ്പെട്ടവരെ. അതാണ് എഫീഷ്യൻസ് 1 പറയുന്നത്. അവൻ പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? എല്ലാ നാമങ്ങളുടെയും above all principality and power and name that is named, അതിൻ്റെയൊക്കെ ഉപരി മുകളിലാണ് യേശു ക്രിസ്തുവിനെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാം അവൻ്റെ കാൽ കീഴിലാണ്. ഇറ്റ് ഈസ് എ ഫുഡ് സ്റ്റൂൾ ഫോർ ഹിം. ഇത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയത്തിന് ഇടമില്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ഭയമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഗ്രഹിച്ചിട്ടില്ല. ചിലപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാക്കി കാണുമായിരിക്കും. നമ്മൾക്കറിയാം, ഐസ് കട്ട വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം എത്രയാണ്? 1/10 1/9 മുകളിൽ കാണുകയുള്ളൂ. പക്ഷെ അതിൻ്റെ ഏറ്റവും ഭൂരിപക്ഷമായ ഭാഗം അടിയിലാണ്. അത് കാണുവാനോ മനസ്സിലാക്കുവാനോ ഗ്രഹിക്കുവാനോ ഉള്ള കഴിവില്ല. കാരണം 1 യോഹന്നാൻ 4 18 വചനം 18-19 വായിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സ്നേഹമുള്ളപ്പോൾ ഭയത്തിന് ഇടമില്ല. സ്നേഹത്തിൽ ഭയമില്ല. എന്നാൽ ഇത് വെളിച്ചവും ഇരുട്ടും പോലെയാണ്. ഈ ലൈറ്റ് ഇട്ടപ്പോൾ ഇവിടെ ഇരുട്ടിന് സ്ഥാനമില്ല.
ആര് നോക്കിയാലും ഇവിടെ ഇരുട്ടുണ്ടാക്കാൻ പറ്റുകയില്ല, കാരണം ഇവിടെ വെളിച്ചമുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ സ്നേഹമുള്ളവിടത്ത് ഇരുട്ടിനോ ആകുന്ന ഭയത്തിന് സ്ഥാനമില്ല, ഉണ്ടാകാൻ പറ്റുകയില്ല. ഇറ്റ് ഇസ് ഇംപോസിബിൾ. വായിച്ചേ. എന്നാൽ സമ്പൂർണ്ണ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. സമ്പൂർണ്ണ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഓൾ ഫിയർ. ദാറ്റ് ഈസ് ദിസ് ലൈറ്റ് കാസ്റ്റ് ഔട്ട്. ഇവിടെ ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്, ഇവിടെ അന്ധകാരമാണ് ഇല്ലേ? ലൈറ്റ് ഇടുമ്പോൾ അന്ധകാരത്തെ ഇറ്റ് കാസ്റ്റ് ഔട്ട് ദ ഡാർക്ക്നെസ്. ഇതുപോലെ തന്നെ നമ്മൾ ഭയമുണ്ടായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ആ ഭയം, അന്ധകാരമാകുന്ന ആ ഭയത്തിന് അവിടെ സ്ഥാനമില്ലാതെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയും. ഒന്ന് വായിച്ച് ബാക്കി. ഭയം ശിക്ഷയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം എപ്പോഴും ഭയം ശിക്ഷയാണ്. ഭയം ശിക്ഷ നമ്മൾക്ക് ഒരു ടോർമെന്റ് ആണ്. ദൈവത്തിന് ഇംഗ്ലീഷിൽ പറയുന്നത് ബിക്കോസ് ഫിയർ ഇസ് ടോർമെന്റ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. He has not understood the fullness of God's love. അതുകൊണ്ടാണ് അവന് ഭയമുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ആ 19ാമത്തെ വചനം പറയുന്നുണ്ട്, ആ സ്നേഹം എപ്പോഴാണ്? നേരത്തെ നമ്മൾ റോമൻസിലെ ലേഖനത്തിൽ കേട്ടു എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രയായിരുന്നു. ഞാൻ ദൈവമായിട്ട് ശത്രുതയിലും ഞാൻ പാപിയായിരുന്ന അവസ്ഥയിൽ ദൈവം എന്നെ അത്രയധികം സ്നേഹിച്ചു, പുത്രനെ ബലി അർപ്പിക്കുവാൻ തക്കവിധം സ്നേഹിച്ചു. 19ാമത്തെ വചനം പറയുന്നത് എപ്പോഴാണ് നമ്മൾ സ്നേഹിച്ചത്? അവിടുന്ന് ആദ്യം നമ്മെ സ്നേഹിച്ചതിനാൽ നാമും സ്നേഹിക്കുന്നു. അപ്പൊ എനിക്ക് ആ ദൈവത്തെ എപ്പോഴാണ് സ്നേഹിക്കുവാൻ പറ്റുക? ആ അവസരം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഞാൻ അവന്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ഗ്രഹിക്കാൻ പറ്റുമ്പോഴേ എനിക്ക് തിരിച്ച് അവനെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. ഹലോ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും മനുഷ്യന് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്തതും ദൈവത്തിന്റെ വചനം അനുസരിച്ച്, നമ്മൾ നേരത്തെ വായിച്ചു കേട്ടല്ലോ, യോഹന്നാൻ 14 പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പന പാലിക്കും, അല്ലേ? അപ്പോൾ ആ കൽപ്പന പാലിക്കാതെ ആ അവസ്ഥയിൽ നമ്മൾ ജീവിക്കുന്നതിന്റെ കാരണം എന്താണ്? അവന്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. I am not able to understand the depth, the height, the width and the length of the love of God. ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും എനിക്ക് മനസ്സിലാക്കുവാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അല്ലേ? സ്നേഹം എന്താണ്? ഒരു വ്യക്തിപരമായ ഇതല്ലേ? നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോഴൊക്കെ സ്കൂളിലൊക്കെ പണ്ട് നിങ്ങൾക്ക് പലവർക്കും ഉണ്ടാവുമായിരിക്കും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ആ സ്ത്രീ ഇയാളെ പറ്റി കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും. അങ്ങനത്തെ ചില അവസ്ഥകളെ കുറിച്ച് നമ്മൾ കേട്ട് കാണും, ഇല്ലേ? You say, I am in love with so and so, but that so and so does not even know me. Hallelujah. അങ്ങനത്തെ ഒരു ബന്ധമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത്, യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന ഒരു ബന്ധം എന്താണ്? ഒരു സ്നേഹബന്ധമാണ്. ഇറ്റ്സ് എ പേഴ്സണൽ, വ്യക്തിപരമായ ഒരു സ്നേഹബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിൻ്റെ തുടക്കമിട്ടതാരാണ്? നമ്മളല്ല. ആ തുടക്കമിട്ടത്, ആ ഫസ്റ്റ് മൂവ് ആരാണ്? ദൈവം തന്നെയാണ്. എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ പൂർണ്ണമായിട്ട് അയോഗ്യരായ ഒരു അവസ്ഥയിൽ, അയോഗ്യതയുടെ അവസ്ഥയിലാണ് നമ്മളെ സ്നേഹിച്ചത്. അയോഗ്യത എന്തായിരുന്നു? പാപമൂലം നമ്മൾ ദൈവമായിട്ട് ശത്രുതയിലായിരുന്നു. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ സ്നേഹം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഞാൻ തിരികെ ആ ദൈവത്തെ സ്നേഹിക്കുന്നു. ആ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞാൻ പാലിക്കുന്നു. ആ കൽപ്പനകൾ പാലിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കീഴിൽ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇറ്റ് ഈസ് വൺ ആഫ്റ്റർ ദി അതർ. പക്ഷേ ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാതെ ഒരവസ്ഥയിലേക്ക് എന്താണ്? ഞാൻ ദൈവത്തെ ആദ്യം സ്നേഹിക്കാത്തതുകൊണ്ടല്ല, ദൈവം എന്നെ സ്നേഹിച്ചതിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രാപിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, ദൈവം എന്നെ എത്രയധികം സ്നേഹിച്ചു എന്നെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അത് ധിക്കരിക്കുകയാണ്, അതനുസരിക്കുന്നില്ല, അതുമായിട്ട് വാദിക്കുകയാണ്. അങ്ങനെയാണോ ഇങ്ങനെയാണോ, ദൈവത്തിൻ്റെ കൽപ്പനകളൊന്നും പാലിക്കുന്നില്ല. കാരണം എന്താണ്? അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതേസമയത്ത് അവൻ ആ കുരിശിൽ എനിക്ക് വേണ്ടി പകരക്കാരായിട്ട് മരിച്ചു. അവൻ മരിച്ചതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ജീവിക്കുന്നു. അവൻ മരിച്ചതുകൊണ്ട് എനിക്ക് നിത്യരക്ഷയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് ആ ദൈവത്തെ സ്നേഹിക്കാതെ ഇരിക്കാൻ പറ്റുകയില്ല. I cannot but love my Jesus. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ എന്താണ്? പിന്നെ എന്നെ സംബന്ധിച്ച് നേരത്തെ കേട്ടല്ലോ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, പക്ഷെ എന്തിൻ്റെയാണ്? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെ ആത്മാവിനെ, എ സൗണ്ട് മൈൻഡ്. അപ്പോൾ പിന്നെ എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. യേശുവിനെ അനുഗമിക്കുന്നത് കൊണ്ട് എനിക്ക് ഇതൊക്കെ വേണ്ടാന്ന് വെക്കണം, വേണ്ട.
അതൊക്കെ പോട്ടെ. അതൊക്കെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നില്ലേ, ഞാൻ ഇതെല്ലാം എന്താണ്, ഐ ഹാവ് കൺസിഡർഡ് എവരിതിങ് ആസ് റബ്ബിഷ് ഫോർ ദ എക്സലൻസ് ഓഫ് ദ നോളജ് ഓഫ് ക്രൈസ്റ്റ് ജീസസ്. ഇതെല്ലാം എന്താണ്, ഞാൻ ഉച്ഛിഷ്ടമായി. അതെ അതെ, ഹല്ലേലൂയ. മനുഷ്യൻ വളരെ വിലപിടിപ്പായിട്ട് കരുതിയ എല്ലാം ഞാൻ ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കി. എന്തുകൊണ്ട്? ആ യേശുവിനെ അറിയുവാൻ വേണ്ടി, അവനുമായിട്ട് ഒരു വ്യക്തിപരമായ സ്നേഹ ബന്ധമുണ്ടാകുവാൻ. അതെന്താണ് അവന് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയത്? He has got a sound mind. സുബോധമുണ്ടായിരുന്നു. അവനറിയാം അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പട്ടിയെ പൂച്ചയെ പോലെ ഇവിടെ മരിക്കേണ്ടവനല്ല. അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടവനാണ്. യേശുവുമായിട്ട് അവന് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ യോഹന്നാന്റെ ലേഖനത്തിൽ 14-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറഞ്ഞ പോലെ, ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കുവാൻ ഞാൻ തിരികെ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് പറയുന്ന വചനത്തിൽ അവന് പ്രത്യാശ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെയുള്ളതെല്ലാം താൽക്കാലികമാണ് എന്നവന് മനസ്സിലാക്കുവാൻ സുബോധമുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കണം. ഇതാണ് ആ പരിശുദ്ധാത്മാവ് ആ നിറവിലോട്ട് വരുമ്പോഴേ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾക്ക് ദൈവത്തിന് എന്ത് ചെയ്യുവാൻ തയ്യാറാകും, എന്ത് വില കൊടുക്കുവാനും തയ്യാറാകും. നമുക്കറിയാം. കാരണം അതൊക്കെ ദൈവം നമുക്ക് ചെയ്ത ആ പ്രവൃത്തിയെ കുറിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമാണ്. ഇറ്റ് ഈസ് ടു ലിറ്റിൽ ദാറ്റ് ഐ ആം ഗിവിംഗ് ഇൻ എക്സ്ചേഞ്ച് ഫോർ വാട്ട് ഐ ഹവ് ഗോട്ട്. നമ്മൾക്ക് കിട്ടിയ ആ ബാട്ടറിനെ നോക്കുമ്പോൾ നമ്മൾ വലിയൊരു ആദായ ഇതായിരുന്നു. ഹലോ, പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ചില്ലറ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെക്കണം, അല്ലെങ്കിൽ ചെയ്യണം. അത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന പ്രതിഫലം ഇതിനേക്കാൾ വളരെ 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 വലുതാണ്. നമ്മൾ ഇന്നലെ വായിച്ചു കേട്ടല്ലോ, ആ ദൈവത്തിന്റെ റോമാർക്കുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട് ദാറ്റ് ഒരു മനുഷ്യന്റെ പാപം മൂലം നമുക്ക് മരണത്തിലേക്ക് പോയി. പക്ഷേ ഒരു മനുഷ്യന്റെ ആ അനുസരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിൽ വന്ന ആ കൃപ ഇതിനേക്കാൾ വളരെ 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 വലുതാണെന്നുള്ളത്. ഇറ്റ് അബൗണ്ട്സ്, ദ ഗ്രേസ് അബൗണ്ട്സ് മച്ച് മോർ ദാൻ ദി ഒഫൻസ് ഓഫ് വൺ മാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കിയവിടെ മനുഷ്യൻ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ സ്നേഹത്തെ നിഷേധിക്കുകയാണ്. വചനത്തോട് നോക്കുകയാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 35 വചനം ഒന്ന് വായിക്കോ. അവിടെ നമുക്കറിയാം, ഒരു പിശാച് ബാധിതനായ ഒരു വ്യക്തി യേശു ക്രിസ്തു വന്നിട്ട് അവന് സൗഖ്യം കൊടുത്തു, ഒരു വിടുതൽ കൊടുത്തു. എങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജനം പ്രതികരിച്ചത്? അത് നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ഒന്ന് വായിക്കോ. എന്താണ് സംഭവിച്ചതെന്ന് കാണുവാൻ ജനങ്ങൾ പുറപ്പെട്ടു. അവിടെ നമുക്കറിയാം, വചനം വായിച്ചിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. ഒരു പിശാച് ബാധിതനായ ഒരു വ്യക്തിയെ ദൈവം വന്നിട്ട് അവന് പൂർണ്ണ സൗഖ്യം കൊടുത്തു, അവന് സുബോധം കൊടുത്തു. എന്നിട്ട് ആ മനുഷ്യരെല്ലാവരും ഇവനെന്താണ് സംഭവിച്ചത്? ഇന്നലെ വരെ ഇവൻ കൂവി അവിടെ നടന്ന ആ ഒരു ഭ്രാന്തനെ ഇന്ന് സുബോധമായിട്ട് വസ്ത്രമൊക്കെ ഇട്ട് കണ്ടു. അപ്പോൾ അവർക്ക് ഇവൻ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുവാനായിട്ട് അവർ വന്നു. അവർ യേശുവിന്റെ അടുത്തെത്തിയപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു. സുബോധമുള്ളവൻ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുള്ളൂ. മർത്തായ മേരിക്കായിരുന്നു സുബോധമുള്ളത്. അവനെല്ലാം മാറ്റി വെച്ചിട്ട് യേശുവിന്റെ കാൽക്കലിരുന്നു ദൈവത്തിന്റെ ജീവന്റെ വചനങ്ങൾ കേൾക്കുവാനായിട്ട്. കാരണം അവൾക്ക് അറിയാമായിരുന്നു ദൈവം സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണെന്നുള്ളത്. അങ്ങനെ ഇവൻ സുബോധത്തോടെ ദൈവത്തിന്റെ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുകയാണ്. ബാക്കി എന്താണ് സംഭവിച്ചതെന്ന് കാണുവാൻ ജനങ്ങൾ പുറപ്പെട്ടു. അവർ യേശുവിന്റെ അടുത്തെത്തിയപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധമുള്ളവനായി യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. അവർക്ക് എന്ത് സംഭവിച്ചു? ഭയപ്പെട്ടു. അങ്ങനെയാണോ സാധാരണ പ്രതികരിക്കേണ്ടത്? ആണോ? നമ്മുടെ നാട്ടിൽ ഒരു പ്രാന്തനുണ്ടെന്ന് വിചാരിച്ചു, അയാൾ അവിടെ നമ്മൾക്ക് വലിയൊരു ശല്യമായിട്ട് വലിയൊരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടായ ഒരു ഇതാണ്. പെട്ടെന്ന് ഒരു ദിവസം അവൻ വസ്ത്രമൊക്കെ ഇട്ട് സുബോധത്തോടുകൂടെ നല്ലൊരു കുട്ടപ്പനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾക്ക് എന്താ സംഭവിക്കേണ്ടത്? സന്തോഷമല്ലേ? പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ഭയം. കാരണം എന്താണ്? അവരുടെ ആത്മാവിലുള്ളത് ദൈവത്തിൻ്റെ ആത്മാവല്ല, പിശാചിൻ്റെ ആത്മാവാണ് അവരിലുണ്ടായിരുന്നത്. കാരണം അവരിലുള്ള ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവ്, ആ സുബോധം വന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള ആത്മാവും തമ്മിൽ ശത്രുതയിലാണ്. അവർ കണ്ടപ്പോൾ ഇനി ഞങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെടും. കാരണം ഇവന് സുബോധം കിട്ടിയപ്പോൾ അവരുടെ കുറച്ച് പന്നികളൊക്കെ പോയി. ഹല്ലേലൂയ. പന്നികളുടെ കൂടെ കുറേ ഡീമൺസും പോയി. പക്ഷേ അവർക്ക് പിന്നെ ആയിരുന്നു ഭയം. ഈ യേശു വന്നിട്ട് ഞങ്ങളെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇനി വേറെ എന്തൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ള ഭയമായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് വേണ്ടി കൊടുക്കേണ്ട വില, ആ പ്രൈസിനെ ഭയപ്പെട്ടിട്ടാണ് ഇന്ന് പല വ്യക്തികളും യേശു ക്രിസ്തുവിനെ അനുഗമിക്കുവാനായിട്ട് തയ്യാറല്ല. അവർക്ക് യേശു ക്രിസ്തുവിനെ അനുഗമിച്ച വ്യക്തികളെ കാണുമ്പോൾ അവർക്ക് ദേഷ്യമാണ് വരുന്നത്. അവർക്ക് ദേഷ്യമാണ്. They get offended
They get offended when they see people who have given their lives to Jesus. കാരണം എന്താണ്? അവരെ പോലെ ഞാനായാൽ എനിക്ക് എന്തെല്ലാം നഷ്ടം വരും, ഞാൻ എന്തെല്ലാം വേണ്ടാന്ന് വെക്കണം എന്ന് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, പിന്നെ 37 വായിച്ച ബ്രദറെ. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അങ്ങനെ ഭയപ്പെട്ടതിന്റെ അതിന്റെ പ്രതികരണം എന്തായിരുന്നു? ഗരസേന്യ ദേശത്തെ ജനങ്ങൾ എല്ലാവരും ഭയപരവശരായി ഇരുന്നതുകൊണ്ട് തങ്ങളെ വിട്ടുപോകണമെന്ന് അവർ യേശുവിനോട് ആവശ്യപ്പെട്ടു. ജീവന്റെ ഉറവിടമായ അനുഗ്രഹങ്ങളുടെ ഉറവിടമായ സൗഖ്യത്തിന്റെ ഉറവിടമായ വിടുതലിന്റെ ഉറവിടമായ വീണ്ടെടുപ്പിന്റെ ഉറവിടമായ യേശു ക്രിസ്തുവിനോട് അവർ പറഞ്ഞത്, വന്ന് ഞങ്ങളെയും സൗഖ്യപ്പെടുത്തുക, ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുക എന്നല്ല. അവരതിനു പറഞ്ഞു, എന്താണ്? ഞങ്ങളെ വിട്ടു പോകണം. ഹല്ലേലൂയ. ഇതാണ് അന്ധകാരം ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ. ഇതാണ് അന്ധകാരം. നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരമുണ്ടെങ്കിൽ നിങ്ങൾ ആ വെളിച്ചത്തെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. നിങ്ങൾ ദൈവം യേശുവാകുന്ന വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ നിഷേധിക്കും, നിങ്ങൾ ആ വചനത്തെ നിഷേധിക്കുക. യേശുവിനോട് പറയും, ഞങ്ങളെ വിട്ടു പോവുക, ഞങ്ങളെ വിട്ടു പോവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ യേശുവിനെ നിങ്ങൾ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുന്നത് മരണമാണ്. നിങ്ങൾ സ്വീകരിക്കുന്നത് മരണമാണ്. കാരണം യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവപുത്രനെ സ്വന്തമാക്കിയവന് ജീവനുണ്ട്, ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. നിങ്ങൾ ആ ജീവന്റെ ഉറവിടമായ യേശുവിനോട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുക എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ യേശു നിങ്ങളുടെ യാചന മാനിക്കുന്ന ദൈവമാണ്. നിങ്ങൾ യേശു വിട്ടുപോകുന്നതിൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നത് മരണമാണ്. പ്രിയപ്പെട്ടവരെ, മരണമാണ്. കാരണം എന്താണ്? യേശു വിട്ടുപോയി, പക്ഷേ യേശുവിനെ സ്വീകരിക്കാൻ വേറെ വ്യക്തികൾ ഉണ്ടായിരുന്നു. ഒന്ന് വായിക്കാവോ? 40-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? ഹല്ലേലൂയ. യേശു തിരിച്ചെത്തിയപ്പോൾ അപ്പോൾ അവിടെ പോയിട്ട് ആ വിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു അവിടെ സിന്ദാബാദ് ഒന്നും വിളിക്കാൻ പോയില്ല. യേശു മാന്യനായിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ പോവുകയാണ്. ഹി വാസ് എ ജെന്റിൽമാൻ. അപ്പോൾ യേശു തിരികെ പോയി. 41 വായിച്ചേ. യേശു തിരിച്ചെത്തിയപ്പോൾ ഒരു ജനസമൂഹം അവിടുത്തെ സ്വാഗതം ചെയ്തു. പ്രിയപ്പെട്ട, നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഗ്രഹത്തിനെയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു, ഗലാത്യർക്ക് 3-ാമത്തെ അധ്യായം 14-ാമത്തെ വചനത്തിൽ എന്തിനുകൊണ്ടാണ് യേശു ക്രിസ്തു ഒരു ശാപമായത് എന്തിനുകൊണ്ടാണ്? എബ്രാഹത്തിന് വാഗ്ദാനം ചെയ്ത ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ വിജാതീയരും പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഒരു ശാപമായിട്ട് ആ മരത്തെ തൂങ്ങി മരിച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തുവിനെ എന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നുവോ അന്ന് അനുഗ്രഹങ്ങളും ജീവനും വിടുതലും വീണ്ടെടുപ്പും എല്ലാം യേശു ക്രിസ്തുവിൻ്റെ കൂടെ തന്നെ പ്രാപിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങൾ പോകേണ്ടത് അനുഗ്രഹത്തിനെ അല്ല പ്രാപിക്കേണ്ടത്, വിടുതലിനെ അല്ല പ്രാപിക്കാൻ നോക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പിനെ അല്ല പ്രാപിക്കാൻ നോക്കേണ്ടത്, അല്ലെങ്കിൽ സാമ്പത്തിക ഒരു ഉയർച്ചയല്ല നിങ്ങൾ തേടേണ്ടത്. അതിനുപരി നിങ്ങൾ എന്താണ് തേടേണ്ടത്? യേശു ക്രിസ്തുവിനെയാണ് നിങ്ങൾ തേടി സ്വന്തമാക്കേണ്ടത്. യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അതിൻ്റെ കൂടെ വരും. അതല്ലേ മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 33-ാമത്തെ വചനത്തിൽ പറയുന്നത്, Seek ye first the kingdom of God and his righteousness and all these things will be added unto you. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനുള്ള വിടുതൽ, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ വിടുതൽ, സൗഖ്യം അവിടെ കിട്ടും. നിങ്ങളുടെ വീണ്ടെടുപ്പ് അവിടെ കിട്ടും. ഏതാണ് നിങ്ങളുടെ മേഖല നിങ്ങൾക്ക് കുറവുള്ളത് അതെല്ലാം പൂർണ്ണതയിലേക്ക് വരും. കാരണം ദൈവം പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധമായി തരുവാനുമാണ്. ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ ഓൾ ഇറ്റ്സ് അബണ്ടൻസ്. അല്ല ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരാനല്ല യേശു ക്രിസ്തു വന്നത്. എന്തിനാണ്? അത് നിറഞ്ഞ് കവിഞ്ഞ് ഒഴിഞ്ഞുകി നിറയുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് നമ്മൾ വായിച്ചു കേൾക്കണം? 41 മുതൽ 56 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ അനുഗ്രഹങ്ങളുണ്ടായി. നമുക്കറിയാം, ഓ ഹല്ലേലൂയ, അവിടെ ആ സിനഗോഗിലെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു ജൈറസ് സിനഗോഗിലെ ഒരു റൂളർ. ജൈറസിൻ്റെ മകൾ മരിക്കാൻ കിടക്കുകയായിരുന്നു. പക്ഷേ യേശു ക്രിസ്തു അവിടെ ചെന്നിട്ട് അവൾക്ക് ജീവൻ കൊടുത്തു. പിന്നെ രക്തസ്രാവ രോഗമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വിശ്വാസത്തിൻ്റെ അന്തരീക്ഷത്തിൽ പറഞ്ഞു, അവൻ്റെ ആ ഉടുപ്പിൻ്റെ തുമ്പ് ഞാൻ തൊട്ടാൽ മതി, എനിക്ക് സൗഖ്യം പ്രാപിക്കും. ഇഫ് ഐ മേ ടച്ച് ദ hem of his garment I will be healed എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആകെ ആവശ്യമുള്ള ഒരു കാര്യം
കാര്യമുണ്ട്. വിശ്വാസത്തിൻ്റെ ഒരു അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റും. ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടത്, ഏത് കുറവാണുള്ളത്, അതൊക്കെ നികത്തുവാൻ പറ്റുന്ന ഒരു ദൈവമാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് ഒരു ശക്തിയുടെ ആത്മാവാണ്, ഭയത്തിൻ്റെ അല്ല. ഞാനിപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഞെരുക്കത്തിലൂടെ എനിക്ക് ഒരു നിരാശയിലേക്കല്ല എന്നെ കൊണ്ടുപോകേണ്ടത്, ഒരു ഭയത്തിലേക്കല്ല. എനിക്ക് നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ഭയത്തിലല്ല, അതിനുപരി പ്രത്യാശയിലോ എനിക്ക് ഒരു ശക്തി ദൈവം തരും. ആ പ്രത്യാശ കാരണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, പ്രത്യാശ എന്നെ ലജ്ജിപ്പിക്കുകയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, ആ യേശുവിനെ ഞാൻ സ്വന്തമാക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളെല്ലാം ഞാൻ സ്വന്തമാക്കുകയാണ്. പിന്നെ വെളിപാട് പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ ഒരു ദൂതൻ എന്താണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇതിനെല്ലാത്തിൻ്റെ ഉപരിയല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നുള്ളത്. വെളിപാട് 14:6-7. മറ്റൊരു ദൂതൻ മധ്യാകാശത്തിൽ പറക്കുന്നത് ഞാൻ കണ്ടു. സകല രാജ്യങ്ങളിലും ഗോത്രങ്ങളിലും ഭാഷകളിലുമുള്ള സമസ്ത ഭൂവാസികളോടും അറിയിക്കുവാനുള്ള നിത്യ സുവിശേഷം അവന്റെ പക്കലുണ്ടായിരുന്നു. നിത്യ സുവിശേഷം അവന്റെ പക്കലുണ്ട്. കാരണം സുവിശേഷം ആരെ കുറിച്ചുള്ളതാണ്? മോശ മുതലും പ്രവാചകന്മാർ വഴിയുള്ളതെല്ലാം ആരെ കുറിച്ചാണ്? യേശുവിനെ കുറിച്ചാണ്. അപ്പോൾ ലോകമെമ്പാടും എല്ലാ ജനതകളുടെയും അറിയിക്കേണ്ടത് എന്താണ്? സുവിശേഷം. ആരെ കുറിച്ച്? യേശുവിനെ കുറിച്ച്. കാരണം യേശുവിനെ നമ്മൾ അറിയിക്കുമ്പോൾ അവരുടെ ആ ജീവന്റെ ഉറവിടമായ യേശുവിനെ സ്വന്തമാക്കുമ്പോൾ അവർക്ക് ആവശ്യങ്ങളെല്ലാം, അവരുടെ നിത്യജീവൻ മുതൽ എല്ലാ കാര്യങ്ങളും അവർ പ്രാപിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾക്ക് പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. Then I saw another angel flying in the midst of heaven, having the everlasting gospel to preach to those who dwell in the earth, to every nation, tribe, ടങ് ആൻഡ് പീപ്പിൾ എന്നാ പറയുന്നത്. കാരണം അതാണ് മുഖ്യ പ്രധാനമായ കാര്യം, യേശുവിൻ്റെ ആ സുവിശേഷം. യേശു ആ കുരിശയിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു, ആ ചെയ്തത് വഴി നമ്മൾക്ക് എന്ത് പ്രാപിക്കാൻ കിട്ടും, നമ്മൾ എന്ത് പറ്റും, ആ അനുഗ്രഹങ്ങൾ നമുക്ക് എങ്ങനെ പ്രാപിക്കാൻ പറ്റും എന്നുള്ള the key to blessings, the key to eternal life is through Jesus Christ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം പറയുന്നത്, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നില്ല. പിന്നെ 7-ാമത്തെ വചനം പറയുന്നത്, saying with a loud voice, fear God, hallelujah, and give glory to him, for the hour of his judgment has come, and worship him who made heaven and earth, the sea and the springs of life. ദൂതൻ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തിന്റെ ന്യായവിധിയുടെ സമയം അടുത്തിരിക്കുകയാൽ ദൈവത്തെ ഭയപ്പെട്ട് അവിടുത്തേക്ക് മഹത്വം കൊടുപ്പിൻ. അവിടുത്തെ ന്യായവിധിയുടെ സമയം വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. ആമേൻ. അപ്പോൾ ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്നതാണ്, ദൈവത്തെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. ഫിയർ ദ ലോർഡ്. നമ്മൾ മനുഷ്യനെയല്ല നമ്മൾ ഭയപ്പെടേണ്ടത്. കാരണം അവൻ നമുക്ക് തന്നിരിക്കുന്ന ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അതിനുപരി ദൈവം തന്നിരിക്കുന്നത് എന്താണ്? ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ്. അവസാനമായിട്ട് ഒരു വചനം, സങ്കീർത്തനം 111 10-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? സുബോധം. ഇന്ന് മനുഷ്യന് വേണ്ടത് സുബോധമാണ് പ്രിയപ്പെട്ടവരെ. പ്രയോറിറ്റീസ്. The fear of the Lord is the beginning of wisdom. A good understanding have all those who do his commandments. His praise endures forever. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്ന എല്ലാവർക്കും വിവേകമുണ്ട്. നിത്യമഹത്വം യഹോവയ്ക്കുള്ളത്. ആമേൻ. അങ്ങനെ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും. ആരെയാണ് ഞാൻ ഭയപ്പെടേണ്ടത്? മനുഷ്യനെയാണോ ദൈവത്തെയാണോ? നിങ്ങൾ എന്നൊരു തീരുമാനമെടുക്കുന്നു, ഞാൻ ഭയപ്പെടാൻ പോകുന്നത് മനുഷ്യനെയോ അവൻ്റെ സംവിധാനങ്ങളെ ഒന്നുമല്ല, അതിനുപരി ഞാൻ ഭയപ്പെടാൻ പോകുന്നത് യഹോവ, ഈ ഓൾമൈറ്റി ഗോഡ്, സർവവും സൃഷ്ടിച്ച എന്നെ സ്നേഹിക്കുന്ന ആ ദൈവത്തെയാണ് ഞാൻ ഭയപ്പെടാൻ പോകുന്നത് എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെടുത്ത ആ ഏറ്റവും സുബോധമായ തീരുമാനം അതായിരിക്കും പ്രിയപ്പെട്ടവരെ. കാരണം പലപ്പോഴും പറയലേ, നമ്മളൊരു വസ്തുവൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ മറ്റൊരു പറയും, നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യും, ഓ ദാറ്റ് വാസ് എ ഗുഡ് ബൈ, അല്ലേ നിങ്ങളൊരു നല്ലൊരു കച്ചവടമായിരുന്നു, വളരെ ആദായകരമായ ഒരു കച്ചവടമായിരുന്നു, നിങ്ങൾക്ക് നല്ല ലാഭമുള്ള കച്ചവടമായിരുന്നു, അല്ലേ?
അതിനെക്കുറിച്ച് പറയുവാനും നമ്മൾക്ക് വലിയതില്ലേ അല്ലേ? നമ്മൾക്ക് നല്ല ആദായമായിട്ട് 10 രൂപയുടെ സാധനം 2 രൂപയ്ക്ക് കിട്ടിയാൽ നമ്മൾ എല്ലാവരും പറയൂലേ, 10 രൂപയുടെ സാധനം എനിക്ക് 2 രൂപയ്ക്ക് കിട്ടി, യു പ്രൗഡ് ഓഫ് ഇറ്റ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദായകരമായ കച്ചവടം എന്താണ്? ഹല്ലേലൂയ. നമ്മളുടേതായ എല്ലാം നമുക്കറിയാമല്ലോ. ഒരു ഉപമയുണ്ടല്ലോ, ഹല്ലേലൂയ. ഒരു ബുദ്ധിയുള്ള സുബോധമുള്ള ഒരു വ്യക്തി ഒരു വലിയ വിലപ്പെട്ട ഒരു പേൾ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? അവനുള്ളതെല്ലാം വിറ്റിട്ട് ആ പേളിനെ സ്വന്തമാക്കി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സുബോധമുണ്ടെങ്കിൽ നിങ്ങൾ മുറുകെ പിടിക്കുന്നതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ആ രക്ഷകനായ ജീവൻ്റെ ഉറവിടമായ യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ രക്ഷകനായ യേശുവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, അതാണ് ശാശ്വതമായത്, അതാണ് നിത്യജീവനിലേക്ക് നയിക്കുന്ന ആ ബന്ധം. ബാക്കിയെല്ലാം നശിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ ലോകവും അതിലുള്ളതെല്ലാം ദൈവം നശിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ സമ്പാദിച്ച എല്ലാ ബിസിനസ്സുകളും, എല്ലാ വീടുകളും, തോട്ടങ്ങളും എല്ലാം 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 നിങ്ങൾ മുറുകെ പിടിച്ച് ഉണ്ടാക്കിയ നിങ്ങളുടെ കംഫേർട്ട് ഉള്ള നിങ്ങളുടെ ഒരു മനസ്സമാധാനം എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ടോ അല്ലെങ്കിൽ എല്ലാം നിങ്ങളുടെ കൂട്ടുകാരോ വീട്ടുകാരോ നാട്ടുകാരോ സഭയിലുള്ള അംഗങ്ങൾ എല്ലാം 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 ഇസ് കെപ്റ്റ് ഫോർ ഡിസ്ട്രക്ഷൻ. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആ ദൈവവുമായിട്ടുള്ള ബന്ധം, ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അത് മാത്രമാണ്. അതിനെ ഒന്ന് മുറുകെ പിടിക്കണം. കാരണം എന്താണ്? നിത്യജീവൻ എന്ന് പറയുന്നത് ഏക സത്യ ദൈവത്തെയും അവനയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക. അതായിരിക്കണം നമ്മുടെ മുഖ്യ ലക്ഷ്യം. അതുകൊണ്ടാണ് ഹെബ്രൂസ് ലേഖനത്തിൽ പറയുന്നത്, ലുക്കിംഗ് അൺ ടു ജീസസ് ദി ഓഥർ ആൻഡ് ദ ഫിനിഷർ ഓഫ് മൈ ഫെയ്ത്ത്. ലുക്കിംഗ് അൺ ടു ജീസസ്. അവനെ മാത്രം, നീ മാത്രം മതി, യേശു മാത്രം മതി എന്ന് നമുക്ക് പറയാം.